ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോ കോഴീനെ നമ്മൾ പൊരിഞ്ഞിട്ട് വയ്ക്കാൻ പോവാം. അപ്പോൾ ഒരു വീട്ടിൽ അത്യാവശ്യം കോഴിയും മുട്ടയും കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാവണമെങ്കിൽ നമ്മളത് ഏത് വിധത്തിലാണ് കോഴീനെ പൊരിഞ്ഞിട്ട് വെച്ച മുട്ട മുഴുവൻ കൊത്തി കിട്ടാന്നുള്ളതാണ് നമ്മൾ കാണിക്കുക. വേനൽക്കാലത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കോഴിപ്പാനൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിനൊക്കെ നമ്മൾ മറികടക്കാനായിട്ട് കുറച്ച് അരിവേപ്പൊക്കെ ഇട്ട് കോഴീനെ മുട്ട വയ്ക്കുന്നതിന് മുമ്പ് നമ്മൾ അരിവേപ്പൊക്കെ ഇട്ട് സിറ്റിംഗ് ആക്കി വെക്കാം. അപ്പോൾ അരിവേപ്പ് പൊട്ടിക്കാൻ പോകണം കേട്ടോ. ഇത് ഇല്ലാത്ത ആൾക്കാർ, നമുക്ക് മെയിനായിട്ട് വേനൽക്കാലത്താണ് ഇങ്ങനത്തെ ആവശ്യങ്ങളുള്ളൂ. പേനൊക്കെ ഒത്തിരി ഉണ്ടാവും. അപ്പോൾ ഇതിന് പകരം വേണമെങ്കിൽ ഇഞ്ചിപ്പുല്ല് വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ അരിവേപ്പ് ഒരു 5-6 പീസ് ഇട്ടാൽ നല്ലതാണ്. ഇതാണ് നമ്മുടെ കോഴിക്കോട് 2 കല്ലുണ്ട്. പഴയ കാലത്ത് കാരണന്മാർ പറയില്ലേ മുട്ടയമ്മ കുരിശ് വരച്ച് വയ്ക്കുന്നത്, പ്ലസ് ഇട്ട്. പത്ത് മുട്ടയാണ് നമ്മൾ വെക്കുന്നത് കേട്ടോ. അത് വയ്ക്കാനുള്ള ചട്ടിയും കോഴീനും എടുത്തുകൊണ്ട് വരാം. പതിനാറ് മുട്ടയിട്ടു. അതിൽ കാക്ക കൊണ്ടുപോയിട്ട് ബാലൻസാണ് നോക്കുന്നത്. ഇരുന്നോട്ടാ. ഇനി 19 ദിവസം കഴിയുമ്പോൾ വേനൽക്കാലത്ത് മുട്ട വിരിയും. അപ്പോൾ ഇനി നമുക്ക് മുട്ട വിരിഞ്ഞ് കുട്ടികളൊക്കെ ആയിട്ട് വീഡിയോ കാണാം. ഓക്കേ.